പിന്നെ കറക്റ്റ് ചെന്നൈയിൽ വന്നു. ചെന്നൈ ഇസ് എ പെർഫെക്റ്റ് സ്പോട്ട്. നമുക്ക് ഈ കർണാട്ടിക് മ്യൂസിക്കിന്റെ ട്രെയിനിങ് കിട്ടാൻ പറ്റിയൊരു സ്ഥലമാണ്. ടീച്ചേഴ്സും അതെ അതെ, ഒരുപാട് നല്ല നല്ല ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ശകുന്തള ശേഷാദ്രി മിസ്സിന്റെ അടുത്താണ് പഠിക്കാൻ തുടങ്ങിയത്. മിസ് നല്ല ഏജ്ഡ് മിസ് ആയിരുന്നു. പക്ഷെ മാം എന്താന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ചിരുന്ന വീട്ടില് എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടം വന്നു തുടങ്ങി. സാധാരണ ഇറ്റ്സ് ലിറ്റിൽ ടഫ്, അത് ഭയങ്കര ടെക്നിക്കൽ ആണല്ലോ. പക്ഷേ എന്റെ ഗുരുവിന്റെ ഒരു കഴിവ് തന്നെ പറയാം. മാം നമ്മളെ പഠിപ്പിച്ചിരുന്ന രീതി കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കർണാട്ടിക് പഠിച്ചു തുടങ്ങി. പിന്നെ പാട്ടിലേക്കായി കുറച്ച് ഫോക്കസ്. ഡാൻസ് പിന്നെ വല്ലപ്പോഴും ജസ്റ്റ് ഒരു രസത്തിന് കളിക്കാന്നല്ലാതെ ഡാൻസിന്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് അങ്ങനെ പഠിക്കണമെന്ന് തോന്നിയില്ല. ഒന്നാമത് നമുക്ക് വേറൊരു കുഴപ്പമുണ്ട്. ഞാൻ മംഗലാപുരത്താണ് പഠിച്ചു തുടങ്ങിയത്. അവിടുത്തെ സ്റ്റൈല് വേറെയാണ്, ചെന്നൈയിലത്തെ സ്റ്റൈല് വേറെയാണ്, നമ്മുടെ നാട്ടിലത്തെ സ്റ്റൈല് വേറെയാണ്. അപ്പോൾ ആ സ്റ്റൈൽസ് മാറുമ്പോ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായി. ലൈക്ക് ഒന്നും തന്നെ തുടങ്ങണം, മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ പിന്നെ എനിക്കെന്തോ പാട്ടില് നമ്മള് പറയില്ലേ, നമ്മുടെ ഉള്ളിൽ ആ സാധനം ഉള്ളതുകൊണ്ട് അതിനോടൊരു ഇഷ്ടവും ഇൻട്രസ്റ്റും വന്നപ്പോ പിന്നെ ഡാൻസ് അങ്ങനെ പഠിക്കണമെന്നൊരു തോന്നല് വന്നില്ല. ഈ പാട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ അച്ഛനും അമ്മയ്ക്കും ശരിക്കും പറഞ്ഞ ഇഷ്ടം ഞാൻ പാട്ട് പഠിക്കണം എന്നായിരുന്നു. ഡാൻസ് ഞാൻ കളിക്കണ കണ്ട് എല്ലാരും അവൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റണ്ടല്ലോ, വിട്ടുകൂടാന്ന് ചോദിച്ചാൽ അങ്ങനെ വിട്ടതാണ്. അവർക്ക് പാട്ട് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടിന് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ വേഗം ഒക്കെ